അങ്ങനെ 1941 നമ്മുടെ ഡിറ്റക്റ്റീവ് വൈറ്റ്മാൻ എസ്തർ മരിച്ച വിഷമത്തിൽ ഒരു പള്ളിയിൽ ചെല്ലുന്നുണ്ട്. ഇതൊരു വലിയ പള്ളിയായിരുന്നു, വളരെ പ്രശസ്തമായ ഒരു സിനിമ ഒക്കെ ആയിരുന്നു. ഇപ്പോൾ യുദ്ധമൊക്കെ ആയിട്ട് ആകെ നശിച്ചു കിടക്കുകയാണ്. എസ്തറിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് സേഫ് ആയിട്ട് മാറ്റാൻ ഒരുപാട് ഇദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. പലപ്പോഴായി ഇദ്ദേഹത്തിന് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുള്ള അവരെ എസ്തറിനെ കൊന്നുകളയാൻ പറഞ്ഞെങ്കിലും ഇദ്ദേഹം കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് അവരുടെ ആളുകൾ തന്നെ നേരിട്ട് വന്ന് നമ്മുടെ എസ്തറിനെ കൊന്നുകളഞ്ഞു. ഇത്രയും നാൾ വൈറ്റ്മാനെ ഫോൺ ചെയ്ത് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് പോളിയാണെങ്കിൽ പോളി തന്നെ നേരിട്ട് വന്ന് എസ്തറിനെ കൊന്നുകളഞ്ഞു. ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ പള്ളിയിൽ കണ്ടൊരു വ്യക്തിയോട് പറയുന്നുണ്ട്. ആ വ്യക്തിയും ഒരു ജൂതനാണ്. ഒരു ജൂത കുട്ടിയുടെ മരണത്തിന് താൻ കാരണമായി. എസ്തറിനെ കൊന്നുകളഞ്ഞത് ആരാണെങ്കിലും അവരെ തേടി പിടിച്ച് അവരോട് പ്രതികാരം ചെയ്തിരിക്കും എന്നൊരു മനോഭാവത്തിലേക്ക് നമ്മുടെ വൈറ്റ്മാൻ മാറുവാണ്. ഇവിടെ 2023 ആൻഡ്രൂ പൂട്ടിയിട്ടിട്ട് പോയ നമ്മുടെ ഹസനെ അവളുടെ മേലധികാരി ബാർബർ വന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇവളെ പൂട്ടിയിടുന്നതിന് മുമ്പ് ആൻഡ്രൂ ഇവൾക്ക് കാണിച്ചു കൊടുത്ത ബോഡീസ് എല്ലാം അതിനോടകം തന്നെ അവർ ആ സ്ഥലത്തുനിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഹസനും ബാർബറും ഒക്കെ ആ സ്ഥലം വിശദമായി പരിശോധിച്ചെങ്കിലും അവിടെ ഒരു ചെറിയ ക്ലൂ പോലും കണ്ടെത്താൻ സാധിച്ചില്ല. അവിടെ നേരത്തെ കണ്ട ബോഡീസ് ഒന്നുമില്ല, ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊന്നും തന്നെയില്ല. നേരത്തെ ഹസൻ കണ്ടതൊക്കെ ഉള്ളതാണെന്ന് തന്നെ തോന്നിപ്പോകുന്നു. ഇനിയിപ്പോൾ കൂടുതൽ ലീഡ്സ് ഒന്നുമില്ലല്ലോ, എങ്ങോട്ട് അന്വേഷണം കൊണ്ടുപോകണം, ഏത് രീതിയിൽ അന്വേഷിക്കണമെന്നൊന്നും ഐഡിയ ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഹസന്റെ മേലധികാരി ഈ കേസ് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചേക്കാമെന്നാണ് പറയുന്നത്. എന്നാൽ ഹസൻ സമ്മതിക്കുന്നില്ല. ഇതുവരെ ഇവർ കണ്ടെത്തിയത് ഒന്നുമല്ല, ഈ കേസിന്റെ പുറകിൽ ഒരുപാട് നിഗൂഢതകളുണ്ട്, അതൊക്കെ കണ്ടുപിടിച്ചേ പറ്റൂ എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് നമ്മുടെ ഹസന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിക്കാരി അവളെ വിളിച്ച് ഞെട്ടിക്കുന്നൊരു കാര്യം പറയാണ്. 1890 ഡിറ്റക്റ്റീവ് ഹില്ലിംഗ്ഹെഡ് അന്വേഷിച്ച ആ കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഹസന് കിട്ടുന്നുണ്ടായിരുന്നല്ലോ. 1890 ജീവിച്ചിരുന്ന സർ ജൂലിയൻ ഹാർക്കറിന്റെ ഫിംഗർ പ്രിന്റ് അന്ന് അവർക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഹില്ലിംഗ്ഹെഡ് ഫിംഗർ പ്രിന്റ് കളക്ട് ചെയ്യാൻ ജൂലിയൻ ഹാർക്കറിന്റെ വീട്ടിൽ പോയപ്പോൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ആ ഇഷ്യൂസ് ഒക്കെ നടക്കുന്നതിനിടെ ഹില്ലിംഗ്ഹെഡിന്റെ കണ്ണാടിയിൽ ജൂലിയൻ ഹാർക്കർ തൊട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് അദ്ദേഹത്തിന് ഫിംഗർ പ്രിന്റ് കിട്ടി. അദ്ദേഹം അന്നേ അത് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. ഇപ്പോഴാണ്ട് ആ എക്സാക്ട് ഫിംഗർ പ്രിന്റ് ഉള്ള വ്യക്തി ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന് മറ്റാരുമല്ല, നമ്മുടെ ഇവിടുത്തെ പയ്യൻ മാനിക്സ് ഉണ്ടല്ലോ, അവന്റെ എക്സാക്ട് ഫിംഗർ പ്രിന്റ് തന്നെയാണ് 1890 ജീവിച്ചിരുന്ന സർ ജൂലിയൻ ഹാർക്കറിന്റേത്. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് ആലോചിക്കുമ്പോൾ 1890 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സർ ജൂലിയൻ ഹാർക്കറും ഈ 2023 നമ്മുടെ പയ്യൻ മാനിക്സും 2053 കമാൻഡർ മാനിക്സും ഒരു വ്യക്തി തന്നെയാണെന്ന് ഉറപ്പിക്കാം. ഇപ്പൊ 2053 നമ്മുടെ ഡിറ്റക്റ്റീവ് മേപ്പിൾ വുഡിനെ ചാപ്പൽ പെരിലിസിന്റെ ആളുകൾ പിടിച്ച് അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. ഓൺ ദ വേയിൽ തന്നെ ഗബ്രിയൽ ഡെഫ് ഇവളോട്, അത് പിന്നെ ഇപ്പൊ നിനക്ക് ഞങ്ങളോട് വിരോധം ഉണ്ടാവുമെന്നറിയാം, ഞങ്ങളിപ്പോൾ നിന്നെ കൊല്ലാനൊന്നും കൊണ്ടുപോകല്ല, നിനക്ക് സത്യം മനസ്സിലാക്കി തരണം, കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നീ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നു, ചാപ്പൽ പെരിലിസ് എന്താണ് ഈ ചെയ്യുന്നത്, എല്ലാം നിനക്ക് ക്ലിയർ ആക്കി പറഞ്ഞുതരാം. ഇവർ ഏതൊക്കെ സ്ഥലത്തൂടെയാണ് ട്രാവൽ ചെയ്യുന്നത് മേപ്പിൾ വുഡിന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി അവളുടെ തലയിലൂടെ തുണിയിട്ട് അവളെ ചാപ്പൽ പെരിലിസിൽ എത്തിക്കുകയാണ്. ഇനി മേപ്പിൾ വുഡിന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണമല്ലോ. അതിന് ചാപ്പൽ പെരിലിസിന്റെ ലീഡർ തന്നെ ഇവളുടെ മുന്നിൽ വരുന്നു. ലീഡർ ആരാണെന്ന് നോക്കിയേ, 2023 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന നമ്മുടെ ഡിറ്റക്റ്റീവ് ഹസൻ. നമ്മുടെ ഡിറ്റക്റ്റീവ് ഹസനാണ് 2053 ചാപ്പൽ പെരിലിസ് എന്ന ഇങ്ങനെ ഒരു ക്രൂ ക്രിയേറ്റ് ചെയ്ത് ഇവരുടെ കമാൻഡർ മാനിക്സിനെ കൊല്ലാൻ ശ്രമിക്കുന്നത്. കമാൻഡർ മാനിക്സ് ആണ് പറയുന്നത് അദ്ദേഹത്തെ ഇവർ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. ഇനിയിപ്പോൾ ഇവരുടെ ഉദ്ദേശം അതല്ല മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഇവിടെ 2023 ഡിറ്റക്റ്റീവ് ഹസൻ നമ്മുടെ മാനിക്സിനെ കാണാൻ ജയിലിലെത്തി. മാനിക്സിന്റെ മുഖത്ത് കുറച്ച് പാടുകളൊക്കെ കാണാം. ജയിലിൽ വെച്ച് അടി ഉണ്ടായതാണ്. ഡിറ്റക്റ്റീവ് ഹസൻ ഇതുവരെയും ഇവനെ കംഫർട്ടബിൾ ആക്കി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഇപ്പോഴും അതുപോലൊക്കെ തന്നെ. ഇതുവരെ ഇവൾക്ക് കണ്ടെത്താൻ സാധിച്ചതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഇവന് പറഞ്ഞു കൊടുക്കുന്നു. 1890 ജീവിച്ചിരുന്ന സർ ജൂലിയൻ ഹാർക്കറിന്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തു. സർ ജൂലിയൻ ഹാർക്കറിന് 99 വയസ്സുള്ളപ്പോൾ ഒരു പോലീസുകാരൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി ചെന്ന് അദ്ദേഹത്തെ ഷൂട്ട് ചെയ്ത് കൊല്ലുമായിരുന്നത്രേ. മാനിക്സിന് ഇതുവരെ അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് സർ ജൂലിയൻ ഹാർക്കറിനോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംഭവങ്ങൾ അറിയാമോന്നാണ് ഡിറ്റക്റ്റീവ് ഹസൻ ചോദിക്കുന്നത്. അവൻ അറിഞ്ഞൂടത്രേ. ഇന്നേ വരെ സർ ജൂലിയൻ ഹാർക്കറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യവും അവൻ അറിയില്ലെന്ന്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? സർ ജൂലിയൻ ഹാർക്കറിന്റെ അതേ ഫിംഗർ പ്രിന്റ് തന്നെയല്ലേ ഈ മാനിക്സിനുള്ളത്? അതിനർത്ഥം ഇവർ രണ്ടാളും ഒരാളാണെന്നല്ലേ? അവിടുന്ന് കിട്ടിയതാൽ 1890 നമ്മുടെ ഡിറ്റക്റ്റീവ് ഹില്ലിംഗ്ഹെഡ് ലോങ് ഹാർവസ്റ്റ് ലൈനിൽ അദ്ദേഹത്തിന് കിട്ടിയ ഫിംഗർ പ്രിന്റും അതേപോലെ സർ ജൂലിയൻ ഹാർക്കറിന്റെ ഫിംഗർ പ്രിന്റും രണ്ടും കൂടെ മാച്ച് ചെയ്ത് നോക്കി. ഇത് രണ്ടും ഒരാളുടെ ഫിംഗർ പ്രിന്റ് ആണെന്ന് കണ്ടെത്തി. അന്ന് ലോങ് ഹാർവസ്റ്റ് ലൈനിൽ നിന്ന് ഡെഡ് ബോഡി കണ്ടെത്തിയ ദിവസം സർ ജൂലിയൻ ഹാർക്കർ അവിടെ വന്നിട്ടുണ്ട്. ഇതിനെപ്പറ്റി അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുവാണ് ഹില്ലിംഗ്ഹെഡ്. അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോയാൽ ഹില്ലിംഗ്ഹെഡിന് വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. സർ ജൂലിയൻ ഹാർക്കറൊക്കെ എടുത്തിട്ടുള്ള ആ ഫോട്ടോ അവർ പുറത്തുവിട്ടേക്കാം. ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനും അത് വളരെ വളരെ ദോഷം ചെയ്യും. എന്നിരുന്നാലും ആ കൊലപാതകം ചെയ്തത് സർ ജൂലിയൻ ഹാർക്കർ ആണെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിരിക്കണമെന്നുള്ള വാശിയിലാണ് ഇദ്ദേഹം. എന്നാൽ ഹില്ലിംഗ്ഹെഡിന്റെ മേലധികാരിക്ക് ജൂലിയൻ ഹാർക്കറിനോട് എന്തോ കൂറുള്ള പോലെ. ഇതിന്റെ ഒന്നും പുറകെ പോകേണ്ടെന്നാണ് പുള്ളിയുടെ അഭിപ്രായം. ഹില്ലിംഗ്ഹെഡ് സമ്മതിക്കുന്നില്ല. പുള്ളിക്കാരൻ എന്ത് ചെയ്താലും ഈ കേസ് അന്വേഷിച്ചേ പറ്റുള്ളൂ, ഇത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നുള്ള വാശിയിലാണ്. 1941 ഡിറ്റക്റ്റീവ് വൈറ്റ്മാൻ അവന്റെ മേലധികാരിയുടെ അടുത്തെത്തി. സീനിയറിന് ഇവനെ നല്ല സംശയം ഉള്ളതുകൊണ്ട് ഇവൻ അദ്ദേഹത്തിന് നേരെ ഗണ്ണൊക്കെ ചൂണ്ടി സംഭവിച്ച കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയേണ്ടി വന്നു. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്നറിഞ്ഞതും വൈറ്റ്മാൻ പറയുന്നത് കള്ളമാവാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഇവനെ ഹെൽപ്പ് ചെയ്യുന്നു. വൈറ്റ്മാന്റെ ശരീരമൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ തുന്നി കെട്ടിക്കൊടുത്തു. ഇതിനു മുമ്പ് പല സാഹചര്യങ്ങളിൽ ഇവന് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ചതിക്കേണ്ടി വന്നിട്ടുണ്ട്. മറ്റൊരു സ്ത്രീയുടെ വാക്ക് കേട്ട് പല ജോലികളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവസാനമായി അവർ പറഞ്ഞ ജോലി ചെയ്യാൻ ഇവന് മനസ്സ് വന്നില്ല. എസ്തറിനെ കൊല്ലാൻ സാധിച്ചില്ല. അതുകൊണ്ട് ആ സ്ത്രീ തന്നെ നേരിട്ട് വന്ന് എസ്തറിനെ കൊന്നുകളഞ്ഞു. ഇനിയിപ്പോൾ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, എസ്തറിന്റെ മരണത്തിന് കാരണമായവരെ കണ്ടുപിടിക്കണം എന്നൊക്കെയാണ് വൈറ്റ്മാൻ പറയുന്നത്. ഇതിനു മുമ്പ് പലപ്പോഴും പോളി വൈറ്റ്മാനെ വിളിച്ച് അവനെ ഓരോരോ ജോലി ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഓരോ തവണ ആ സ്ത്രീ വിളിക്കുമ്പോഴും ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ പോലും ആ സ്ത്രീ ഇങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും പോളിക്ക് ആ കാര്യങ്ങളൊക്കെ അത്ര കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവുക? പോലീസ് സ്റ്റേഷനിൽ അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന, അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളുണ്ട്, ഒരു റാറ്റ് ഉണ്ട്. തങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ആ റാറ്റ് എന്ന് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. കൂട്ടത്തിലെ ചതിയൻ ആരെന്ന് മനസ്സിലാക്കി ആ ചതിയനിലൂടെ ആ സ്ത്രീയിലേക്ക് എത്താൻ പറ്റുമെന്നാണ് വൈറ്റ്മാൻ കരുതുന്നത്. വീണ്ടും 2023 തിരിച്ചു വന്നാൽ നമ്മുടെ മാനിക്സിൽ നിന്നും അവന്റെ ശരിക്കുള്ള അമ്മയുടെ പേര് ഡിറ്റക്റ്റീവ്
ഹസൻ മനസ്സിലാക്കിയിരുന്നു. അവരുടെ പേര് സാറ. തുടർന്ന് സാറ മാനിക്സ് എന്ന വ്യക്തിക്ക് വേണ്ടി തിരച്ചിൽ നടത്തി ഫൈനലി നമ്മുടെ ഡിറ്റക്റ്റീവ് സാറ മാനിക്സിനെ കണ്ടെത്തി. ഇവളാണ് നമ്മുടെ ഏലിയാസ് മാനിക്സിന്റെ യഥാർത്ഥ അമ്മ. ഏലിയാസ് മാനിക്സിന്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ സാറ അവനെ അനാഥാലയത്തിലാക്കിയതാണ്. അതിനുശേഷം അവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഡിറ്റക്റ്റീവ് ഹസൻ ഇപ്പോൾ ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവളോട് മാറിപ്പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഏലിയാസ് ഇപ്പോൾ വലിയൊരു അപകടത്തിലാണെന്നും അവൻ ജയിലിലാണെന്നും അവനെ സഹായിക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മുടെ ഡിറ്റക്റ്റീവ് ഹസൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ സാറയും സംസാരിക്കാൻ തയ്യാറായി. വളരെ ചെറുപ്പത്തിൽ മാനിക്സിനെ അനാഥാലയത്തിലാക്കിയതിനു ശേഷം ഇത്രയും നാളായിട്ട് സാറ അവനെ പറ്റി അന്വേഷിച്ചിട്ട് പോലുമില്ല. 10-15 വർഷമായി. ഇത്രയും നാളായിട്ടും ഒരു തവണ പോലും തന്റെ മകൻ ഓക്കെ ആണോ എന്ന് അന്വേഷിക്കാൻ പോലും ഇവൾ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഒടുക്കം നമ്മുടെ ഡിറ്റക്റ്റീവ് ഹസനാണ് മാനിക്സിന്റെ ഫോട്ടോയും കൊണ്ട് ഇവളുടെ അടുത്ത് വരുന്നത്. തന്റെ മകൻ എങ്ങനെയാണ് കാണാൻ എങ്ങനെയാണെന്ന് പോലും ഇവൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. കട്ട് ചെയ്താൽ 2053 നമ്മുടെ ഡിറ്റക്റ്റീവ് ഹസൻ, അതായത് അവിടുത്തെ ചാപ്പൽ പിർലസിന്റെ ലീഡർ, ഡിറ്റക്റ്റീവ് മേപ്പിൾ വുഡിന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് 1-2 ചവിട്ട് പുള്ളിക്കാരിക്ക് കൊടുക്കുന്നുണ്ട്. മര്യാദയ്ക്ക് പറഞ്ഞാൽ മേപ്പിൾ വുഡ് കേൾക്കൂല. ഇവള് പറയുന്നത് കമാൻഡർ മാനിക്സ് ഒക്കെ അധികം വയ്യാതെ ഈ സ്ഥലം കണ്ടുപിടിച്ച് ഇവിടെ വന്ന് ഇവരെയൊക്കെ തീർക്കുമെന്നൊക്കെയാണ്. 2 ചവിട്ട് കൊടുത്തിട്ടാണെങ്കിലും ഈ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഷോർട്ടാക്കി നമ്മുടെ മേപ്പിൾ വുഡിന് ഇവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മേപ്പിൾ വുഡ് ലോങ് ഹാർവസ്റ്റ് ലൈനിൽ വെച്ച് നമ്മുടെ ഗബ്രിയൽ ഡെഫോയെ കണ്ടെത്തിയ പോലെ ഇതിനു മുമ്പ് പാസ്റ്റിൽ 3 തവണ അദ്ദേഹത്തെ കണ്ടെത്തിയിട്ടുണ്ട്. ആ 3 തവണയും ജീവനില്ലാത്ത ശരീരമാണ് അവർക്ക് കണ്ടെത്താൻ സാധിച്ചത്. 1890 ഡിറ്റക്റ്റീവ് ഹില്ലിംഗ് ഹെഡ്, 1941 നമ്മുടെ വൈറ്റ് മാൻ ആൻഡ് 2023 ഇവിടെ നിൽക്കുന്ന നമ്മുടെ ഡിറ്റക്റ്റീവ് ഹസനും. ഈ പറഞ്ഞ 4 കാലഘട്ടത്തിലും കണ്ടെത്തിയത് ഗബ്രിയൽ ഡെഫോയുടെ ശരീരം തന്നെയാണ്. അതിൽ 2053 അവന് ജീവനുണ്ടായിരുന്നു. എന്നിരുന്നാലും പിന്നീട് അവൻ മരിച്ചു പോകുന്നുണ്ട്. ടൈം ട്രാവൽ എന്നത് റിയൽ ആണ്. ഈ 2053 നിന്നും ടൈം ട്രാവൽ ചെയ്യപ്പെട്ടാണ് 4 കാലഘട്ടത്തിലേക്കും അവൻ എത്തുന്നത്. പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ 3 കാലഘട്ടത്തിൽ അവന്റെ ശവശരീരവും 2053 മാത്രം മരണത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ജീവനുണ്ടായിരുന്ന ഗബ്രിയൽ ഡെഫോയും എത്തുന്നത്. ഇപ്പോൾ ഇവിടെ വലിയൊരു ഗവൺമെന്റ് ഉണ്ട്, ദ എക്സിക്യൂട്ടീവ് ഉണ്ട്, കമാൻഡർ മാനിക്സ് ഉണ്ട്. 2023 വലിയൊരു സ്ഫോടനത്തിന് ശേഷം ഇവരിതെല്ലാം റീബിൽഡ് ചെയ്തെടുത്താണ് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു പരത്തി വെച്ചിരിക്കുന്നത്. ശരിയാണ്, കമാൻഡർ മാനിക്സും അങ്ങനെ ആളുകളും ഒക്കെ കൂടെ റീബിൽഡ് ചെയ്തെടുത്ത ഒരു ഗവൺമെന്റ് ആണിത്. എന്നാൽ ഇങ്ങനെ ഒരു ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് 2023 വലിയൊരു സ്ഫോടനം അവരുണ്ടാക്കി. ആ സ്ഫോടനം ഉണ്ടാക്കിയത് കമാൻഡർ മാനിക്സ് ആണത്രേ. അയാളന്ന് 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയായിരുന്നു, ഏലിയാസ് മാനിക്സ്. അവൻ വലിയൊരു സ്ഫോടനം ഉണ്ടാക്കി, ഒരു ബോംബ് ഡിറ്റോണേറ്റ് ചെയ്തു. 1890 ആ കാലഘട്ടം മുതലുള്ള വലിയൊരു പ്ലാനിന്റെ ഭാഗമാണിത്. ഇപ്പൊ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിൽ മാനിക്സ് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് പേരെ അവൻ കൊന്നുകളഞ്ഞതിന്റെ ഫലമാണെന്നൊക്കെയാണ് ഇവിടെ നമ്മുടെ ഡിറ്റക്റ്റീവ് ഹസൻ പറഞ്ഞു കൊടുക്കുന്നത്. കാലാകാലങ്ങളായി തന്റെ ഈ എംപയർ ഇങ്ങനെ നിലനിർത്താൻ മാനിക്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി മാനിക്സ് ചെയ്യാൻ പോകുന്നത് ഈ 2053 കാലഘട്ടത്തിലുള്ള അവൻ എങ്ങനെയെങ്കിലും 1890 ദെൻ അവിടുന്ന് വീണ്ടും എല്ലാം ഒന്നേന്ന് തുടങ്ങും. എല്ലാം അവന്റെ പ്ലാൻ പോലെ നടത്തി 2053 ഇതിങ്ങനെ ഒരു ലൂപ്പ് പോലെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അഗെയിൻ 1890 നമ്മുടെ ഡിറ്റക്റ്റീവ് ഹില്ലിംഗ് ഹെഡ് സർ ജൂലിയൻ ഹാർക്കറിനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു. ഇതുവരെ കണ്ടെത്താൻ സാധിച്ച തെളിവുകളൊക്കെ നിരത്തി ഇദ്ദേഹത്തിനും അവിടെ സംഭവിച്ച കൊലപാതകത്തിനും എന്താണ് ബന്ധമെന്നൊക്കെ ചോദിക്കുകയാണ്. നമ്മുടെ ഡിറ്റക്റ്റീവ് ഹില്ലി ഹെഡിന്റെ ജീവിതമേ നശിപ്പിച്ച് കളയാൻ പറ്റുന്ന വലിയൊരു ബോംബുണ്ട് ജൂലിയൻ ഹാർക്കറിന്റെ അടുത്ത്. ഗബ്രിയൽ ഡെഫോയുടെ ഡെഡ് ബോഡി എടുത്ത് ഇദ്ദേഹത്തെ പിടിച്ചു കിടത്തി അങ്ങനെ എടുത്ത ഫോട്ടോ, അതും പറഞ്ഞ് ഹില്ലി ഹെഡിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ഒരു ശ്രമം. കണ്ടില്ലേ, ജൂലിയൻ ഹാർക്കർ ഒടുക്കത്തെ കോൺഫിഡൻസിലാണ്. ഹില്ലി ഹെഡ് എത്രയൊക്കെ അന്വേഷിച്ചു പോയാലും ഇവനെ കൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് അങ്ങർക്ക്. 1941 പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എല്ലാ കോളുകളും അതീവ രഹസ്യമായി നമ്മുടെ ഡിറ്റക്റ്റീവ് വൈറ്റ്മാനും അദ്ദേഹത്തിന്റെ സീനിയറും ഒക്കെ കൂടെ ട്രേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കൂട്ടത്തിലെ റാറ്റ് ആരാണെന്ന് കണ്ടുപിടിച്ചു. പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ഓരോരോ സംഭവങ്ങളും വിശദമായി പോളിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത് ക്യാത്തലിനാണ്. പോളി നമ്മുടെ ഡിറ്റക്റ്റീവ് വൈറ്റ്മാനെ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ക്യാത്തലിന്റെ ഡെസ്കിലേക്കായിരിക്കും കോൾ വരിക. ഇത്രയും നാളും വൈറ്റ്മാൻ വിചാരിച്ചിരുന്നത് ക്യാത്തലിനൊന്നും അറിഞ്ഞുകൂടെ അവളൊരു പാവമാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇവളാണ് കൂട്ടത്തിലെ റാറ്റ് എന്ന് മനസ്സിലായതും ഇൻസ്പെക്ടർ ഇറങ്ങി വന്നു. ഹായ് സാർ, എന്താ സാറിന് കോഫി വേണോ? ഓ, കോഫിയൊക്കെ കുടിച്ചാം. മോളാതൊന്ന് എഴുന്നേറ്റേ. പണിപാളി തന്റെ ഉഡായി ഇവർ പൊക്കിന്ന് ക്യാത്തലിന് മനസ്സിലായി. അയ്യോ സാർ, അത് ആ സ്ത്രീ എന്റെ മകനെ കൊന്നുകളയെന്ന് ഭീഷണിപ്പെടുത്തിയോണ്ടാ. ഉടനെ നമ്മുടെ വൈറ്റ്മാൻ, ക്യാത്തൽ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്റെ മകന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നീ ഞങ്ങളോട് സത്യം തുറന്നു പറഞ്ഞേ പറ്റൂ. ആരാണ് ആ സ്ത്രീ? അത് അവരാരാണെന്നൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഞാൻ വിളിക്കുന്ന ഒരു ബാങ്കിലേക്കാണ്, ഹാർക്കർ ആൻഡ് കോ. അവിടോട്ട് ഞാൻ എപ്പോൾ വിളിച്ചാലും ഈ സ്ത്രീ ആയിരിക്കും കോൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഹാർക്കർ ആൻഡ് കോ പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സർ ജൂലിയൻ ഹാർക്കർ. അവരുടെ കൺട്രോളിലുള്ള ബാങ്കിലേക്കാണ് ഇത്രയും നാൾ ഈ ക്യാത്തലിന് ഇൻഫർമേഷൻ പാസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് 1890s ജീവിച്ചിരുന്ന നമ്മുടെ ഡിറ്റക്റ്റീവ് ഹില്ലി ഹെഡിന്റെ മകൾ പോളി ഇപ്പോൾ ഈ ഹാർക്കർ ആൻഡ് കോ എന്ന ബാങ്കിലാണ്. ഇനിയിപ്പോൾ കണ്ടുപിടിക്കേണ്ടത് ജൂലിയൻ ഹാർക്കറും പോളിയും തമ്മിൽ എന്ത് ബന്ധമെന്നുള്ളതാണ്. വൈറ്റ്മാനും അദ്ദേഹത്തിന്റെ മേലധികാരിയും ഹാർക്കർ ബാങ്കിലെത്തി. ബാങ്കിനുള്ളിലേക്ക് കയറുന്നതിന് മുമ്പേ വൈറ്റ്മാന്റെ മേലധികാരി വൈറ്റ്മാനോട് പ്രത്യേകം പറയുന്നുണ്ട്, ദേ നോക്ക്, ഇത് വൈൽഡ് വെസ്റ്റ് മൂവീസ് ഒന്നുമല്ല. നിനക്ക് ആ സ്ത്രീയെ കൊല്ലാനുള്ള വാശിയുണ്ടെന്ന് എനിക്കറിയാം. അകത്ത് കയറി അങ്ങനെയൊന്നും ചെയ്യാൻ പോയിക്കരുത്. അവരോട് കുറെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. ഓക്കെ? ഓക്കെ സാർ, ഞാൻ അവനെ തട്ടുമൊന്നുമില്ല. നമുക്ക് ധൈര്യമായിട്ട് അകത്ത് പോകാം എന്ന് പറഞ്ഞ് വൈറ്റ്മാനും അകത്ത് കയറി. പോളി ബാങ്കിലുണ്ടായിരുന്നു. പോളിയെ കണ്ടതും വൈറ്റ്മാന്റെ സ്വഭാവം മാറിന്നേ. അധികം ഒന്നും ചിന്തിക്കാതെ ഇവന്റെ മേലധികാരി അടിച്ച് താടിയിട്ടിട്ട് പോളിക്ക് നേരെ ഗണ്ണ് ചൂണ്ടി അവരെ പിടിച്ചു വലിച്ച് കാറിൽ കയറ്റി അവരെ എങ്ങോട്ടോ കൊണ്ടുപോകുന്നു. ഇവിടെ 2023 സാറയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുവാണല്ലോ നമ്മുടെ ഡിറ്റക്റ്റീവ് ഹസൻ. സാറ പറയുന്നത് വളരെ ചെറുപ്പത്തിൽ പുള്ളിക്കാരുടെ ചെറിയ പ്രായത്തിൽ പുള്ളിക്കാരി ഡാനി എന്നൊരു പയ്യനെ മീറ്റ് ചെയ്തു. അവരിഷ്ടത്തിലായിരുന്നു, ലൈഫ് ലോങ് കൂടെ ഉണ്ടാകുമെന്നൊക്കെ ഡാനി ഇവൾക്ക് ഉറപ്പ് കൊടുത്തിരുന്നു. ഡാനിയെ സാറ ഒരുപാട് വിശ്വസിച്ചിരുന്നു. ആ ബന്ധത്തിൽ നമ്മുടെ സാറ പ്രഗ്നന്റ് ആവുന്നുണ്ട്. സാറ പ്രഗ്നന്റ് ആയതും ഡാനിയുടെ സ്വഭാവം മാറി. ഡാനി ഇവളെ വിട്ടിട്ട് പോയി. ഇവള് ഡാനിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് അവൻ ആരെ എന്തെന്നൊക്കെ കണ്ടെത്തുന്നുണ്ട്. ഡാനി വലിയൊരു പണക്കാരനാണ്. പാരമ്പര്യമായിട്ട് അവർ റിച്ച് ആയിരുന്നു. ഏതോ ഒരു പോഷ് ബാങ്കറിന്റെ ഗ്രാൻഡ് സൺ ആണ് പുള്ളി. സാമ്പത്തികമായിട്ട് അവന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. സാറ ഇത് അവന്റെ കൂടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് വാദിക്കാൻ ശ്രമിച്ചെങ്കിലും ഡാനിക്ക് വേണ്ടി വാദിക്കാൻ ഒരുപാട് വക്കീലന്മാരുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അതിവിദഗ്ധമായി അവർ സാറയെ ഒഴിവാക്കി. ഇവളെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് ഡാനി ഒരു വഴിക്ക് അങ്ങ് പോയി. അച്ഛൻ ഉപേക്ഷിച്ച് പോയി ഈ കുഞ്ഞിനെ വളർത്താൻ സാറയും ഒരുക്കമല്ലായിരുന്നു. അതുകൊണ്ട് കുഞ്ഞ് ജനിച്ച് അധികമാകുന്നതിന് മുമ്പ് തന്നെ അവൾ കുഞ്ഞിനെ അനാഥാലയത്തിലാക്കുമായിരുന്നു. സാറ ഇവിടെ പറയുന്നുണ്ടല്ലോ ഡാനിയുടെ മുത്തച്ഛൻ ഒരു ബാങ്കർ ആയിരുന്നു എന്ന്. അത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ഹസൻ ഒരു സംശയം, ഇവളീ പറയുന്നത് ഹാർക്കർ ഫാമിലിയെ പറ്റിയാണോ? അതെ എന്ന് സാറയും. അതായത് ചുരുക്കി പറഞ്ഞാൽ മാനിക്സ് ജനിക്കാൻ കാരണം മാനിക്സ് ആണ്. 1890 മുതലുള്ള പുള്ളിക്കാരന്റെ പ്ലാൻ കറക്റ്റായിട്ട് നടക്കുന്നത് കൊണ്ടാണ് 2023 ഇപ്പോൾ ഈ 15 വയസ്സുള്ള മാനിക്സ് ഇവിടെ ഉള്ളത്. ഇതെല്ലാം കഴിഞ്ഞ് സാറ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇവളീ പറഞ്ഞ ഡാനി ഉണ്ടല്ലോ നമ്മുടെ മാനിക്സിന്റെ അച്ഛൻ, ആ ഡാനി പിന്നീട് അവന്റെ പേര് മാറ്റി അവന്റെ അമ്മയുടെ ഫാമിലിനെയും സ്വീകരിച്ചു. ആ പേര് ബാർബർ എന്നാണെന്ന് കേട്ടപാടെ ഹസൻ അങ്ങ് ഞെട്ടിപ്പോയി. ഹസൻ അവളുടെ ഫോണിലുണ്ടായിരുന്ന ഇവളുടെ മേലധികാരി ബാർബറിന്റെ ഫോട്ടോ എടുത്ത് സാറയെ കാണിച്ചു കൊടുത്തപ്പോൾ സാറ ഇത്രയും നേരം പറഞ്ഞ ഡാനി ഈ വ്യക്തി തന്നെയാണെന്നാണ് ഇവൾ പറയുന്നത്. അതായത് ഏലിയാസ് മാനിക്സിന്റെ അച്ഛൻ നമ്മുടെ ഹസന്റെ മേലധികാരി ബാർബറാണ്. ഇത്രയും നാൾ ഹസൻ വിചാരിച്ചത് ഈ കേസ് മുന്നോട്ട് ലീഡ് ചെയ്തുകൊണ്ടുവന്നത് അവളാണെന്നാണ്. എന്നാൽ ആക്ച്വലി അങ്ങനെയല്ല സംഭവം. വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ജൂലിയൻ ഹാർക്കറിന്റെ പ്ലാൻ, അതായത് ഈ മാനിക്സിന്റെ പ്ലാൻ അതേപോലെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവളുടെ മേലധികാരിയായ ബാർബർ. ഇതെല്ലാം മനസ്സിലാക്കി അധികമാവുന്നതിന് മുമ്പ് തന്നെ ബാർബർ നമ്മുടെ ഹസനെ ഫോൺ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഹസൻ എവിടെയാണെന്നും ഹസൻ സാറയെ കണ്ടു എന്നും എല്ലാ കാര്യവും പുള്ളി മനസ്സിലാക്കിയിരുന്നു. ഹസൻ, നീ സാറയോട് പറ എനിക്ക് അവളെ ഇപ്പോഴും ഇഷ്ടമാണെന്ന്, ഓക്കെ എന്നും പറഞ്ഞ് ഒരു വില്ലൻ ചിരിയോടെ പുള്ളി കോള് കട്ട് ചെയ്തു. തിരക്ക് പിടിച്ച് ഹസൻ ബാർബറിനെ മീറ്റ് ചെയ്യാൻ തിരികെ സ്റ്റേഷനിലെത്തുമ്പോൾ ബാർബർ ഇവിടെ ഇല്ല, അങ്ങനെ ജയിലിലേക്ക് പോയിരിക്കുകയാണെന്ന്. ഇന്ന് മാനിക്സിനെ അവിടുന്ന് മറ്റെങ്ങോട്ടോ മാറ്റുന്നുണ്ടെന്ന്. അപ്പോൾ ഇത്രയും നാൾ കേസ് അന്വേഷിച്ച് നമ്മുടെ ഹസൻ ആരായി? ഇവരെല്ലാം കൂടി ഇവളെ ഇട്ട് തട്ടുമല്ലായിരുന്നോ? ഒരുമാതിരി ചെയ്തായി പോയി. ഇനിയിപ്പോൾ ഈ കാലഘട്ടത്തിലും എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ? ജൂലിയൻ ഹാർക്കറിന്റെ പ്ലാൻ പൊളിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം വളരെ വളരെ സംശയമാണ്. അങ്ങ് 2053 ഡിറ്റക്റ്റീവ് ഹസൻ അല്ലെങ്കിൽ പെർലെസ് ചാപ്പലിന്റെ ലീഡർ ഹസൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊന്നും മേപ്പിൾ വുഡ് ഇങ്ങനെ വിശ്വസിക്കാതെ നിൽക്കുമ്പോൾ അവർ ഇവളെ കൂട്ടിക്കൊണ്ടുപോയി അവർ ക്രിയേറ്റ് ചെയ്ത ടൈം ട്രാവൽ മെഷീൻ കാണിച്ചു കൊടുക്കുകയാണ്. ടൈം ട്രാവൽ റിയലി പോസിബിൾ ആണ്. ഗബ്രിയൽ ഡെഫോ ആണ് ഈ മെഷീൻ ക്രിയേറ്റ് ചെയ്തത്. പുള്ളിക്കാരൻ മറ്റെന്തോ ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്, അബദ്ധത്തിൽ കണ്ടുപിടിച്ചതാണ്. ഏതോ ഒരു സ്പെസിഫൈഡ് ടൈമിൽ ഇങ്ങനെ ഒരു ടൈം മെഷീൻ ആദ്യമായി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതെപ്പോ എങ്ങനെയെന്ന് ഇവർക്ക് തന്നെ ധാരണയില്ല. അന്ന് ആ കാലഘട്ടത്തിൽ എങ്ങനെയോ ഏലിയാസ് മാനിക്സ് ഈ ടൈം മെഷീനെ പറ്റി അറിയുകയും അങ്ങേര് ഇത് ആദ്യമായി യൂസ് ചെയ്ത് 1980 ട്രാവൽ ചെയ്യുകയും ചെയ്തു. അവിടെ മുതൽ പുള്ളിക്കാരൻ്റെതായ റിയാലിറ്റി ക്രിയേറ്റീവ് ആണ്. ഒറിജിനൽ റിയാലിറ്റിയെ വളച്ചൊടിച്ച് സകല അധികാരങ്ങളും തന്റെ കൈപ്പിടിയിലാക്കുന്ന രീതിയിൽ അയാൾ അവിടെ മുതലേ പ്ലാൻ ചെയ്ത് ഓരോരോ കാലഘട്ടത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ലോകത്തെ തന്നെ വിറപ്പിച്ച വലിയൊരു സ്ഫോടനം ഉണ്ടാക്കി ഒരുപാട് ആളുകളെ കൊന്നുകളഞ്ഞ് അവിടുന്ന് പിന്നെ അങ്ങോട്ട് ഏലിയാസ് മാനിക്സ് ആഗ്രഹിച്ച പോലെ ഒരു പുതിയ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്ത് എല്ലാം അവന്റെ കൺട്രോളിലാക്കുമായിരുന്നു. പിന്നെ അങ്ങോട്ട് നിരന്തരമായ ഒരു ലൂപ്പ് പോലെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഇത് എത്രയോ കാലങ്ങളായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും എവിടെങ്കിലും വെച്ച് ഈ ലൂപ്പ് ഒന്ന് ബ്രേക്ക് ചെയ്ത് ഇതൊക്കെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് ചാപ്പൽ പെർലെസിന്റെ ഉദ്ദേശം. അതിനിപ്പോൾ ഏലിയാസ് മാനിക്സിനെ കൊല്ലേണ്ടി വന്നാലും ഇവരും മടിക്കില്ല. വേണമെങ്കിൽ സിമ്പിളായിട്ട് ആലോചിക്കാം, ഇത് തടഞ്ഞു നിർത്തണമെങ്കിൽ ഈ മെഷീൻ അങ്ങ് നശിപ്പിച്ചാൽ പോരെ. ഈ മെഷീൻ ഉള്ളതുകൊണ്ടല്ലേ ഇയാൾ 1890 ടൈം ട്രാവൽ ചെയ്ത് പോകുന്നത്. ബട്ട് അത് പോസിബിൾ അല്ല. ഈ മെഷീൻ നശിപ്പിക്കാൻ ഇവർ പല രീതിയിൽ ശ്രമിച്ചു നോക്കി. ഒരു തരത്തിലും മെഷീൻ നശിപ്പിക്കാൻ സാധിക്കുന്നില്ല. പിന്നുള്ള ഒരേ ഒരു ഓപ്ഷൻ ഏലിയാസ് മാനിക്സ് ഇവിടേക്ക് എത്തി ഈ മെഷീൻ കണ്ടുപിടിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ചാപ്പൽ പെർലെസ് ഇത്രയൊക്കെ എഫേർട്ട് ഇട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് 2023 കൊല്ലപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. ടൈം ട്രാവൽ പോസിബിൾ ആകുന്നതുകൊണ്ട് ഏലിയാസ് മാനിക്സിനെ തടഞ്ഞു നിർത്താൻ സാധിച്ചാൽ 2023 ഉണ്ടാകുന്ന ആ സ്ഫോടനം തടഞ്ഞു നിർത്താൻ സാധിക്കും. അതിലൂടെ ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്താൻ സാധിക്കും. പിന്നെ ലോകം ഇപ്പൊ കാണുന്ന പോലെ ആവുകയില്ല. ഇതെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കിയപ്പോൾ മേപ്പിൾ വുഡ് ഇവർ പറയുന്നത് വിശ്വസിക്കാൻ തുടങ്ങി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നിരിക്കെ മേപ്പിൾ വുഡിന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. 2023 സംഭവിച്ച ആ വലിയ ദുരന്തം ഒഴിവാക്കി, ആ സ്ഫോടനം സംഭവിക്കാത്ത രീതിയിലാക്കി. അങ്ങനെ വരുമ്പോൾ അന്ന് കൊല്ലപ്പെട്ട ആളുകളൊക്കെ ജീവനോടെ ഉണ്ടാവണമല്ലോ. ഇന്ന് ഇവർ കാണുന്ന ഈ 2053 ആവില്ല പിന്നീട് ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ ഇവരൊക്കെ ഇവിടെ ഉണ്ടാവും എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അന്ന് ആ വലിയ ദുരന്തം സംഭവിച്ചതുകൊണ്ട് അതിന്റെ ചെയിൻ എഫക്റ്റിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഗവൺമെന്റ്സ് ഒക്കെ ഒരുപാട് ബെറ്റർ ആയി. ഇപ്പൊ ഇവർ പറയുന്ന പോലെ മാനിക്സിന്റെ ഗവൺമെന്റ് ആണെങ്കിലും ലോകം ഇങ്ങനെയൊക്കെ ആയി. ഇതിൽ മേപ്പിൾ വുഡ് സാറ്റിസ്ഫൈഡ് ആണ്. എന്നാൽ ഇവർ പ്ലാൻ ചെയ്യുന്ന പോലെ ആ ദുരന്തം ഒഴിവാക്കാൻ സാധിച്ചാൽ ഒരുപക്ഷെ വളരെ മോശമായിട്ടുള്ളൊരു ഔട്ട്കം ഉണ്ടായാലോ? അതെന്തോ ആയിക്കോട്ടെ, അതിനെപ്പറ്റിയൊന്നും നമ്മുടെ ഡിറ്റക്റ്റീവ് ഹസൻ ചിന്തിക്കുന്നില്ല. 2023 അന്നുണ്ടായ ദുരന്തത്തിൽ ഡിറ്റക്റ്റീവ് ഹസന്റെ മകൻ മരിച്ചിരുന്നു. തന്റെ മകനെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമല്ലോ എന്നുള്ള പ്രതീക്ഷയാണ് അവർക്ക്. പെട്ടെന്നായിരുന്നു ചാപ്പൽ പെർലെസിലേക്ക് ദ എക്സിക്യൂട്ടീവ് ആളുകൾ ഇടിച്ചു കയറി വരുന്നത്. മേപ്പിൾ വുഡാണ് ഇൻഫർമേഷൻ കൊടുത്തത്. തന്ത്രപരമായി പുള്ളിക്കാരി ഈ ലൊക്കേഷൻ അവർക്ക് അയക്കുന്നുണ്ടായിരുന്നു. ഇത് ഇവളുടെ പണിയാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ഡിറ്റക്റ്റീവ് ഹസൻ ഇവളെ അങ്ങ് കൊന്നുകളയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൃത്യമായി ഗബ്രിയൽ ഡെഫോ ഇടയ്ക്ക് കയറി അവളെ രക്ഷപ്പെടുത്തി. ഡെഫോ ഇടയ്ക്ക് കയറിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ തീർന്നേനെ മേപ്പിൾ വുഡ്. എന്നാലും കമാൻഡർ മാനിക്സും പുള്ളിയുടെ സൈന്യവും വന്ന് ചാപ്പൽ പെർലെസ് പിടിച്ചടക്കി. മേപ്പിൾ വുഡ് ഇപ്പോഴും കമാൻഡർ മാനിക്സിന് വിശ്വസ്തയാണ്. ഇവരുടെ ടൈം മെഷീനൊക്കെ അവൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പുള്ളിക്ക് അത് കണ്ടപ്പോൾ ഒരേ ആവേശം. കുറച്ചൊക്കെ മെനക്കെടേണ്ടി വന്നാലും ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുമല്ലോ. പുള്ളിയുടെ പ്ലാനൊന്നും തെറ്റിയില്ലല്ലോ. അങ്ങ് 1890 ഡിറ്റക്റ്റീവ് ഹില്ലിംഗ് ഹെഡ് ജൂലിയൻ ഹാർക്കറിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ജൂലിയൻ ഹാർക്കർ അദ്ദേഹത്തിന്റെ അടുത്തുള്ള ഫോട്ടോസ് എല്ലാം എടുത്ത് ഇദ്ദേഹത്തെ കാണിച്ചു. ഡിറ്റക്റ്റീവ് ഹില്ലിംഗ് ഹെഡും ആ മരണപ്പെട്ട വ്യക്തിയും, അതായത് നമ്മുടെ ഗബ്രിയൽ ഡെഫോയും ഒന്നിച്ച് കിടക്കുന്ന ഫോട്ടോസ്. ഇത് പുറത്തു വന്നാൽ ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തുകളെ പറ്റി വിശദമായിട്ട് പറഞ്ഞു. ഹില്ലിംഗ് ഹെഡിന്റെ ഫാമിലി അഫക്റ്റ് ചെയ്യും, ഇദ്ദേഹത്തിന്റെ ഭാര്യ, മകൾ, അവരെല്ലാവരെയും ഇത് അഫക്റ്റ് ചെയ്യും, അവരുടെ ജീവിതം നശിക്കും. ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ മാനസികമായി തളർത്തി. ഇതൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇദ്ദേഹം ജൂലിയൻ ഹാർക്കർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു കൊടുക്കണമെന്ന്. ഇയാൾക്ക് ഇപ്പോൾ ബന്ധമുള്ള ജേർണലിസ്റ്റ് ഉണ്ടല്ലോ, അവനെ ഈ കേസിൽ പ്രതിയാക്കണമെന്ന്. ജൂലിയൻ ഹാർക്കർ പറയുന്ന പോലെ കേട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ഒരുപാട് അനുഭവിക്കുമെന്ന് പറഞ്ഞതോടെ ഇദ്ദേഹത്തിന് വേറെ വഴിയില്ലാണ്ടായി. മാത്രമല്ല ഗബ്രിയൽ ഡെഫോയെ കൊന്നത് ജൂലിയൻ ഹാർക്കർ അല്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആരാണ് ആ കൊലപാതകം ചെയ്തതെന്നും അദ്ദേഹത്തിന് അറിയത്തില്ല. ഇനി ഒരിക്കലും താൻ അത് അറിയാൻ പോകുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് പറഞ്ഞു വരുമ്പോൾ 2053 എന്തൊക്കെയോ സംഭവിച്ചു മാനിക്സ് ഇവിടെ എത്തി. 1890 എത്തി. എങ്ങനെയോ നമ്മുടെ ഗബ്രിയൽ ഡെഫോയെ 4 കാലഘട്ടങ്ങളിലേക്ക് ട്രാവൽ
ട്രാവൽ ചെയ്തു. ഗബ്രിയേൽ ഡെഫോ എങ്ങനെയാണ് ഈ കാലഘട്ടങ്ങളിലേക്ക് ട്രാവൽ ചെയ്തതെന്നുള്ള കാര്യം മാനിക്സിന് പോലും അറിയത്തില്ല. ആരാണ് ഗബ്രിയേൽ ഡെഫോയുടെ കണ്ണിലേക്ക് ഷൂട്ട് ചെയ്തതെന്നോ അവൻ്റെ കയ്യിൽ എങ്ങനെയാണ് ആ മാർക്ക് വന്നതെന്നോ ഒരു ഐഡിയ ഇല്ല. കട്ട് ചെയ്താൽ 1941 പോളിയെ പിടിച്ച് സിനഗോഗിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് ചോദ്യം ചെയ്യുവാണ് നമ്മുടെ ഡിറ്റക്റ്റീവ് വൈറ്റ്മാൻ. പോളിക്ക് നേരെ ഗണ്ണ് ചൂണ്ടി ഭീഷണിപ്പെടുത്തി പുള്ളിക്കാരിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു, എന്താണ് ഇതിൻ്റെയൊക്കെ പുറകിലുള്ള റീസൺ എന്ന് അവർ പറയുന്നില്ലെങ്കിലും എസ്തറിനെ കൊന്നത് അവരാണെന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പോഴേക്കും വൈറ്റ്മാൻ്റെ മേലധികാരിയും സിനഗോഗിലെത്തിയിരുന്നു. പോളി കൺഫസ് ചെയ്യുന്നതൊക്കെ കേട്ടിട്ട് പോളിയെയും അറസ്റ്റ് ചെയ്തു, നമ്മുടെ വൈറ്റ്മാനെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. വൈറ്റ്മാനും കുറച്ച് കൊലപാതകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇരുവരെയും അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് കമ്മീഷണറും അങ്ങേറെ ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. വന്നപാടെ കമ്മീഷണർ പോളിയുടെ വില കഴിക്കാൻ പറഞ്ഞു. വൈറ്റ്മാൻ്റെ മേലധികാരി അത് കേൾക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തെ ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞെന്നേ. നമ്മുടെ വൈറ്റ്മാനെയും അടിച്ച് താഴെയിട്ടു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വന്നിരിക്കുന്ന ഈ കമ്മീഷണർ ഈ പോളിയുടെ മകനാണ്. ഇവിടെ 2023 തന്റെ മേലധികാരി ബാർബറിനെ അന്വേഷിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുവാണ് നമ്മുടെ ഡിറ്റക്റ്റീവ് ഹസൻ. ബാർബറിനെ എവിടെയെങ്കിലും കാണാനില്ല. ഹസൻ അയാളുടെ വീടിനകത്ത് കയറിയപ്പോൾ അവിടെ ഒരു റെക്കോർഡിംഗ് വെച്ചിട്ടുണ്ട്. ഡിറ്റക്റ്റീവ് ഹസൻ കേൾക്കാൻ വേണ്ടി തന്നെ വെച്ചിരിക്കുന്നതാണ്. അതിനടുത്തായിട്ടൊരു താക്കോലുണ്ടായിരുന്നു. അവൾ ആ താക്കോലെടുത്തു റെക്കോർഡിംഗ് പ്ലേ ചെയ്തു. ഏലിയാസ് മാനിക്സിന്റെ ശബ്ദമാണത്. 1940-41 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏലിയാസ് മാനിക്സ് ആണ് ഇവളോട് സംസാരിക്കുന്നത്. ഇവളിപ്പോൾ ഏലിയാസ് മാനിക്സിന്റെ അച്ഛന്റെ, അതായത് നമ്മുടെ ഹീറോയിൻ തേടി വന്ന ബാർബറിന്റെ വീട്ടിലാണെന്നും ഇന്നേ ദിവസം രാവിലെ ഏലിയാസിനെ കാണാൻ ഇവിടെ ജയിലിൽ ചെന്നിരുന്നതും എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ഹസൻ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഉറപ്പായി നമ്മൾ വീണ്ടും മീറ്റ് ചെയ്തിരിക്കും.